ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പിയാണ്. രണ്ട് കാര്യം പറയട്ടെ ഗൈസ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ആ പോയിന്റിൽ ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ചില കുട്ടികളുണ്ടല്ലോ, ടൂറിന് പോകുമ്പോൾ വേർതിരിച്ച്, അതായത് ടൂറിന് പോകാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നവരുണ്ട്. ചില കുട്ടികളുണ്ടല്ലോ, വീട്ടിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീട്ടിലെ കുട്ടികൾ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ടൂറിന് പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇവരുടെ അച്ഛനും അമ്മയുടെയും ബുദ്ധിമുട്ട് കുട്ടികൾക്ക് അറിയാമുള്ളതുകൊണ്ട് കുട്ടികൾ പറയും വരുന്നില്ലെന്ന് പറയും. ചില കുട്ടികൾ ഒഫീഷ്യലായിട്ട് സ്വയമേ ടൂറിനോട് ഇൻട്രസ്റ്റ് ഇല്ല, പൊതുവെ യാത്രയോട് താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്. പക്ഷെ മന്ത്രി പറഞ്ഞ കാര്യം 100% ശരിയാണ്. സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, അതിനുള്ള ഫണ്ട് കണ്ടെത്തുക. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ഡിവിഷനിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഒരു 5 കുട്ടികൾ ടൂറിന് പോകാൻ കഴിയാതെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്. അച്ഛൻ്റെ സ്കൂളിൽ ടൂറിനൊക്കെ പോകുമ്പോൾ അച്ഛൻ പോകാറുണ്ടോ? അച്ഛൻ പോകാറുണ്ട് ഗൈസ്. അപ്പോൾ ഈ പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ സക്സസ് ആയിരിക്കും. എൻ്റെ ചെറുപ്പകാലത്തുണ്ടല്ലോ, ഞാൻ ഈ അച്ഛൻ്റെ പ്രായത്തിൽ ഞാൻ സ്കൂളിൽ എൻ്റെ ആ സ്കൂൾ ടൈമിൽ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങളിൽ ചിലർ അറിയാൻ പറ്റും. ചിലർ ഹെഡ് വെയിറ്റ് ഒന്നും ഇല്ലാത്തവർ, സാമാന്യമായിട്ട് പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് പറയാൻ സാധിക്കും. നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഇങ്ങനെ ടൂർ പാക്കേജ് സ്കൂളിൽ അന്നേരം, ഇന്നാണെങ്കിൽ എല്ലാവരുടെ വീടുകളിലും കാറും വണ്ടിയും എല്ലാം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മൊബൈലിന്റെ ടെക്നോളജി എല്ലാം എല്ലാ വീടുകളിലും മൊബൈലുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് മൊബൈലിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഫാമിലി ടൂറായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പോകാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്കുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ പഠിച്ച സമയത്തുണ്ടല്ലോ, ടൂറിന് പോകാൻ സാമ്പത്തികമില്ലായിരുന്നു ഗൈസ്. അന്നേരം ഈ ടൂർ പാക്കേജിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ഒഴിഞ്ഞു മാറുമായിരുന്നു. കാരണം താല്പര്യമുണ്ടെങ്കിലും അതിനുള്ള ഫിനാൻഷ്യൽ സെറ്റ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിച്ചിരുന്ന ആ സമയത്തുണ്ടല്ലോ, ഈ സ്കൂളിലെ കുട്ടികൾ ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ ഗ്രൂപ്പ്